ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച പ്രതിനിധി സംഘം സൗദി വിദേശകാര്യമന്ത്രി ഡോക്ടർ ആദിൽ അൽ ജുബൈർ ഉൾപ്പെടെയുള്ള വിവിധ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ ശക്തമായ നിലപാട് സംഘം സൗദി രാഷ്ട്രീയ നേതൃത്വവുമായി പങ്കുവച്ചു. BJP MP ബൈജയന്ത് പാണ്ഡെയുടെ നേതൃത്വത്തിലുള്ള 7-അംഗ സംഘം കഴിഞ്ഞ ദിവസമാണ് റിയാദിലെത്തിയത്. ബുധനാഴ്ച കാലത്ത് ഇന്ത്യൻ എംബസിയിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് സംഘം ദൗത്യം ആരംഭിച്ചത്. സൗദി വിദേശകാര്യമന്ത്രി ഡോക്ടർ ആദിൽ ജുബൈൽ, ഷൂറ കൗൺസിൽ ഡെപ്യൂട്ടി സ്പീക്കർ ഡോക്ടർ മിഷൽ അൽ സുലൈമി, ഇന്ത്യ സൗദി സൗഹൃദ സമിതി അധ്യക്ഷൻ അബ്ദുൾ റഹ്മാൻ അൽ ഹറബി, പ്രിൻസ് സൗദ് അൽ ഫൈസൽ, നയതന്ത്ര പഠന ഇൻസ്റ്റിറ്റ്യൂഷൻ ഡയറക്ടർ ജനറൽ മുഷ്ബബ് അൽ കഹ്താനി എന്നിവരുമായി സംഘം കൂടിക്കാഴ്ച നടത്തി. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ അചഞ്ചലമായ നിലപാട് സംഘം സൗദി രാഷ്ട്രീയ നേതൃത്വവുമായി പങ്കുവെക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിൽ ആഴത്തിലുള്ള ഉഭയകക്ഷി സഹകരണത്തിനുള്ള വഴികൾ ചർച്ച ചെയ്യുകയും ചെയ്തു. സൗദിയിലെ വിവിധ രാഷ്ട്രീയ ഉദ്യോഗസ്ഥരുമായി വ്യാഴാഴ്ചയും സംഘം കൂടിക്കാഴ്ചകൾ നിശ്ചയിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച വൈകിട്ട് 3 മണി മുതൽ 4 വരെ റിയാദിലെ ഇന്ത്യൻ എംബസി ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ പ്രവാസി ഇന്ത്യക്കാരും മാധ്യമ പ്രതിനിധികളുമായും സംഘം സംവദിക്കും. BJP MPമാരായ നിഷികാന്ത് ദുബൈ, ഫാങ്നോങ് കൊന്യാക്, രേഖ ശർമ്മ, AIMIM MP അസദുദ്ദീൻ ഒവൈസി, രാജ്യസഭാ അംഗമായ സത്നാം സിംഗ് സന്ധു, മുൻ വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ സിംഗ്ല എന്നിവരാണ് പ്രതിനിധി സംഘത്തിലെ മറ്റു അംഗങ്ങൾ. ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രി ഗുലാം നബി ആസാദ് നേരത്തെ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നുവെങ്കിലും കുവൈത്തിലെ സന്ദർശനത്തിനിടയിൽ അസുഖബാധിതനായ അദ്ദേഹം സൗദി യാത്ര റദ്ദാക്കുകയായിരുന്നു. ഇസ്മായിൽ പയ്യോളി, 24 റിയാദ്. ഇന്ത്യയിൽ നിന്ന് കുവൈറ്റിലെത്തിയ ഉന്നത പ്രതിനിധി സംഘത്തിലെ മുൻ കേന്ദ്രമന്ത്രി ഗുലാം നബി ആസാദിനെ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് കുവൈറ്റിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതിനിധി സംഘത്തെ നയിക്കുന്ന പാർലമെന്റ് അംഗം ബൈജയന്ത് പാണ്ഡെയാണ് അദ്ദേഹത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി എക്സിലൂടെ അറിയിച്ചത്. ആരോഗ്യനില മെച്ചപ്പെടുകയാണെന്നും മെഡിക്കൽ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണെന്നും ബൈജയന്ത് പാണ്ഡെ അറിയിച്ചു. കുവൈറ്റിൽ അനുഭവപ്പെടുന്ന കനത്ത ചൂട് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിച്ചുവെന്നും കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും ഗുലാം നബി ആസാദ് എക്സിൽ കുറിച്ചു. സൗദിയിലെ കമ്പനികൾ അടുത്ത മാസം അവസാനത്തോടെ ഫൈനൽ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് സൗദി വാണിജ്യ മന്ത്രാലയം. വീഴ്ച വരുത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കും. മതിയായ രേഖകളില്ലാതെ സമർപ്പിക്കുന്ന റിപ്പോർട്ടുകളിൽ പിന്നീട് അന്വേഷണം വരാനും സാധ്യതയുണ്ട്. സൗദിയിലെ കമ്പനികൾ കഴിഞ്ഞ വർഷത്തെ ഫൈനൽ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ 30. സമയപരിധിക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിച്ചില്ലെങ്കിൽ പിഴ ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. പല രീതിയിലുള്ള ഓഡിറ്റ് റിപ്പോർട്ടുകളുണ്ട്. ഇതിൽ കുറ്റമറ്റതായി കണക്കാക്കപ്പെടുന്ന അൺക്വാളിഫൈഡ് ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതാണ് സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമെന്ന് അക്യുറേറ്റ് ബിസിനസ് മാനേജ്മെന്റ് കൺസൾട്ടന്റ് CEO നൌഷാദ് പറഞ്ഞു. ഇതുവഴി പിഴയും ഭാവിയിൽ വരാൻ സാധ്യതയുള്ള അന്വേഷണങ്ങളും ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിന് ഉള്ളിൽ സബ്മിറ്റ് ചെയ്യാത്ത ആളുകൾക്ക് കമ്പനിയുടെ ടൈപ്പ് ഓഫ് കമ്പനി, അതേപോലെ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ്, ക്യാപിറ്റൽ എന്നിവ നോക്കിയിട്ട് 4000 റിയാൽ മുതൽ 20,000 റിയാൽ വരെ പെനാൽറ്റി ഉണ്ടാകും. അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ കഴിഞ്ഞ 2023 ഇൻകം ടാക്സിലേക്ക് ഫയൽ ചെയ്ത പല ആളുകൾക്കും പൂർണ്ണ വിവരങ്ങൾ ഹാജരാക്കാൻ വേണ്ടിയിട്ട് നോട്ടീസ് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഡിസ്ക്ലെയിമർ ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കി ഫയൽ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോഴെങ്കിലും ഡിസ്ക്ലെയിമർ ഓഡിറ്റ് റിപ്പോർട്ട് അല്ലാത്ത അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ ആയിട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ടുകൾ ഉണ്ടാക്കി ഫയൽ ചെയ്യുന്നത് നമ്മുടെ കമ്പനിയുടെ ഭാവി സുരക്ഷിതമാക്കും. മതിയായ രേഖകളില്ലാതെ തയ്യാറാക്കുന്ന ഡിസ്ക്ലെയിമർ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിച്ച നിരവധി സ്ഥാപനങ്ങൾക്ക് രേഖകൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട് വാണിജ്യ മന്ത്രാലയത്തിൽ നിന്നും കത്ത് ലഭിച്ചു. നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഇത് സമർപ്പിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കും. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഖത്തറിലെ കണ്ടൽക്കാടുകൾക്ക് സംരക്ഷണമൊരുക്കാൻ മലയാളികളുടെ നേതൃത്വത്തിലുള്ള കൂട്ടായ്മ രംഗത്ത്. മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമായ മുബദര ഫോർ സോഷ്യൽ ഇമ്പാക്റ്റുമായി സഹകരിച്ചാണ് ദാക്കിറയിലെ കടൽ തീരത്ത് 400ഓളം കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിച്ചത്. ദോഹയിൽ നിന്നും വടക്കുമാറി 72 കിലോമീറ്റർ സഞ്ചരിച്ചാൽ
തീരദേശ നഗരമായ അൽഖോറിന്റെ പ്രാന്തത്തിലാണ് ഖത്തറിന്റെ പാരിസ്ഥിതിക ഭൂപടത്തിൽ നിർണായക സ്ഥാനമുള്ള അൽ ദാഖിറ കണ്ടൽക്കാടുകൾ സ്ഥിതി ചെയ്യുന്നത്. കണ്ടൽക്കാടുകളും തണ്ണീർത്തടങ്ങളും കൊണ്ട് അനുഗ്രഹീതമായ ഈ പ്രദേശത്തിന്റെ ഹരിതാഭയിൽ കയ്യൊപ്പ് ചാർത്താൻ മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനം മുന്നിട്ടിറങ്ങിയപ്പോൾ അത് ഖത്തറിലെ ഇന്ത്യൻ സമൂഹത്തിന് മുഴുവൻ അഭിമാനകരമായ കാഴ്ചയായി. വരാനിരിക്കുന്ന ലോക പരിസ്ഥിതി ദിനത്തിനു മുന്നോടിയായാണ് മുബാദര ഫോർ സോഷ്യൽ ഇമ്പാക്റ്റുമായി സഹകരിച്ച് മാദ്ര ഇന്റഗ്രേറ്റഡ് ഇത്തരമൊരു ദൗത്യവുമായി മുന്നിട്ടിറങ്ങിയത്. ഖത്തറിന്റെ പാരിസ്ഥിതിക സുരക്ഷ ഉറപ്പാക്കാൻ പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന മുബാദരയുടെ പ്രതിനിധി ജാദ് ബദർ മുഹമ്മദും മുഹമ്മദ് ഹാഷിമും ചെടികൾ നട്ടുപിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശദീകരിച്ചു. തുടർന്ന് സ്ഥാപനത്തിലെ തൊഴിലാളികളും കുടുംബാംഗങ്ങളും കുട്ടികളും അടങ്ങുന്ന സംഘം ഒത്തുചേർന്ന് 400ഓളം കണ്ടൽ ചെടികൾ പ്രദേശത്ത് നട്ടുപിടിപ്പിച്ചു. കമ്പനിക്ക് കീഴിൽ നിലവിലുള്ള തൊഴിലാളികളുടെ എണ്ണത്തിന് അനുസൃതമായാണ് 400 ചെടികൾ എന്ന തീരുമാനത്തിലെത്തിയതെന്ന് ഇവർ വിശദീകരിക്കുന്നു. ഖത്തർ നാഷണൽ വിഷൻ 2030 അനുസൃതമായി പ്രവർത്തിക്കുന്നതിനും ദേശീയ ആഗോള സുസ്ഥിരതാ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുമുള്ള കമ്പനിയുടെ നിരന്തരമായ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് മാനേജ്മെന്റ് വിശദീകരിച്ചു. 100 എന്ന് ആദ്യം പ്ലാൻ ഇട്ടു, and then 200, and then നമ്മൾ ഡിസ്കസ് ചെയ്തു, and then we thought 400. ഞങ്ങൾ 400 പേരുണ്ട്. സോ വാല്യൂയിങ് എവറിബഡി, എല്ലാവരും ഈച്ച് മാൻഗ്രൂവ് വൃക്ഷങ്ങൾ എല്ലാവർക്കും എന്നുള്ളൊരു ഐഡിയ ആണ് 400 എന്നൊരു നമ്പർ ഞങ്ങൾ സെലക്ട് ചെയ്തതും. ആൻഡ് ഞങ്ങൾ ഓൾറെഡി നമ്മളെ കമ്പനി ഹാസ് പ്രോമിസ് ദാറ്റ് വി വിൽ ബി ഡൂയിങ് ഇങ്ങനെ ഒരു വലിയ ഇനീഷ്യേറ്റീവ് ചെയ്യുമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. ആൻഡ് ദെൻ ഇതിനേക്കാൾ വലിയൊരു ഇനീഷ്യേറ്റീവ് ഇറ്റ് ഡിഡ്ന്റ് കം അപ്പ്. ഖത്തറിൽ ജോലി ചെയ്യുകയും മികച്ച തൊഴിൽ ജീവിത സാഹചര്യങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും രാജ്യത്തിന്റെ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിൽ കാര്യമായ സംഭാവനകൾ നൽകാനാവുമെന്ന് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസ് മെൽവിൻ മാത്യു. പല സജഷൻസും ഞങ്ങളുടെ മുന്നിലേക്ക് വരികയുണ്ടായി. അതിൽ ഏറ്റവും നല്ലത് എന്ന് ഞങ്ങൾക്ക് തോന്നിയ ഒരു കാര്യമാണ് പ്രകൃതിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ആശയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ മാൻഗ്രൂവ് പ്ലാന്റേഷൻ എന്നൊരു ആശയത്തിലേക്ക് വന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം 400 മാൻഗ്രൂവ്സാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അത് വെറുമൊരു നമ്പറല്ല, ഇപ്പോഴത്തെ ഞങ്ങളുടെ കറണ്ട് നമ്പറാണ്. ഇൻ ഫ്യൂച്ചർ ഞങ്ങളത് ഇതുപോലെയുള്ള സിമിലർ ഇവൻറ്റ്സിലേക്ക് വരുമ്പോൾ ആ നമ്പർ മച്ച് ഹയർ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മരങ്ങൾ നടുന്നതിനുമപ്പുറം കൂട്ടായ ലക്ഷ്യബോധവും പാരിസ്ഥിതിക ഉത്തരവാദിത്തവും നിറവേറ്റുന്നതുകൂടിയാണ് ഇത്തരം പരിപാടികളെന്നും അദ്ദേഹം പറഞ്ഞു. മാദ്രിയൻസ് എന്ന പേരിൽ നടന്ന പരിപാടിയിൽ ജീവനക്കാരും കുടുംബാംഗങ്ങളും കുട്ടികളും ഉൾപ്പെടെ 100ഓളം പേർ പങ്കെടുത്തു. കമ്പനി സിഒഒ മെൽവിൻ മാത്യു, സിഇഒ ടിജോ സെബാസ്റ്റ്യൻ, വൈസ് പ്രസിഡന്റ് ഷിബിൻ ദേവസ്യ, ഗ്ലോബൽ ഓപ്പറേഷൻ മാനേജർ പ്രദീപ് നായർ, HR ബിസിനസ് പാർട്ണർ അഖിൽ ജോണി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. അൻവർ പാലേരി, 24 ദോഹ. ഇന്ത്യയിൽ നിന്ന് ഹജ്ജിനെത്തുന്നവർക്ക് OICC നൽകുന്ന സേവനം ശ്രദ്ധേയമാകുന്നു. വനിതകൾ ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകരുടെ സേവനം ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കി തീർത്ഥാടകർ മടങ്ങുന്നതുവരെ തുടരും. ഇന്ത്യയിൽ നിന്നും ഹജ്ജ് തീർത്ഥാടകർ മക്കയിൽ എത്തിയത് മുതൽ ആരംഭിച്ച സേവനമാണ് OICCയുടേത്. തീർത്ഥാടകരെ സ്വീകരിച്ച് അവർക്ക് ആവശ്യമായ സഹായങ്ങളെല്ലാം നൽകി വനിതകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ മക്ക OICCയുടെ ബാനറിൽ സേവനം ചെയ്യുന്നുണ്ട്. വഴിതെറ്റുന്ന ഹാജിമാരെ താമസ സ്ഥലത്തെത്തിക്കുക, ഭക്ഷണവും പച്ചക്കറി കിറ്റുകളും വിതരണം ചെയ്യുക, രോഗികൾക്ക് ചികിത്സ ലഭ്യമാക്കുക തുടങ്ങിയവ സേവനങ്ങളിൽ ചിലതാണ്. നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ മക്കയിലെ എല്ലാ ഹോസ്പിറ്റലിലുള്ള നഴ്സുമാരുടെ ഒരു കൂട്ടായ്മ, നമ്മുടെ OICCയുടെ ഒരു മെഡിക്കൽ വിങ് നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മെയിനായിട്ട് നമുക്ക് ഹാജിമാർ, മലയാളികൾ, മറ്റ് സംസ്ഥാനങ്ങളായിട്ടുള്ള ആളുകളും ഒക്കെ വരുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഭാഷ ട്രാൻസ്ലേഷൻ, അതേപോലെ ഭക്ഷണം, പിന്നെ അവരുടെ രോഗസ്ഥിതികൾ നമ്മൾ വീട്ടിലുള്ള ആളുകളെ അറിയിക്കുക. മക്കയിലെ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന OICC വനിതാ വിങ്ങിന്റെ സേവനം തീർത്ഥാടകർക്ക് ഏറെ ആശ്വാസം നൽകുന്നുണ്ട്. ഒരുപാട് സന്തോഷം നിറഞ്ഞ നിമിഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ അതിഥികളായിട്ടെത്തിയിട്ടുള്ള ഹാജിമാർക്ക് വേണ്ടി ചെറിയ ചെറിയ സേവനങ്ങളായാൽ പോലും മനസ്സറിഞ്ഞ് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിന് നമ്മുടെ OICCയുടെ ഭാഗത്ത് വിപുലമായിട്ടുള്ള മെഡിക്കൽ വിങ് ആണെങ്കിലും വുമൻസ് വിങ് ആണെങ്കിലും അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ അത് വളരെ ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ അവസാനത്തെ ഹാജിയും ഈ മണ്ണിൽ നിന്ന് മടങ്ങുന്നത് വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ്. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളണ്ടിയർ സേവനങ്ങൾക്ക് ഇത്തവണ ഏറെ നിയന്ത്രണങ്ങളുണ്ടെങ്കിലും സേവന രംഗത്ത് സജീവമാണ് മക്ക OICC. ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കി തീർത്ഥാടകർ മടങ്ങുന്നതുവരെ ഇത് തുടരും. മക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ഒമാനിൽ നിന്നുള്ള ഏക മലയാളി ഹജ്ജ് സംഘം വിശുദ്ധ കർമ്മത്തിനായി സൗദി അറേബ്യയിലെത്തി. മദീനയിലെത്തിയ സംഘം ഹജ്ജ് കർമ്മങ്ങൾക്കായി പിന്നീട് മക്കയിലേക്ക് പോകും. ഒമാൻ ഔക്കാഫ് മതകാര്യ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ മസ്കറ്റ് സുന്നി സെന്ററാണ് ഹജ്ജ് യാത്ര സംഘടിപ്പിക്കുന്നത്.
മസ്കറ്റിലെ റൂവി ഖാബൂസ് മസ്ജിദ് പരിസരത്ത് നിന്നും ഇന്ന് രാവിലെ 10 മണിയോടെയാണ് മലയാളി ഹജ്ജ് സംഘം യാത്ര തിരിച്ചത്. ഈ വർഷം 52 മലയാളികളാണ് ഒമാനിൽ നിന്നുള്ള മലയാളി ഹജ്ജ് സംഘത്തിലുള്ളത്. മസ്കറ്റ് സുന്നി സെന്റർ ഭാരവാഹികളും ഹാജിമാരുടെ ബന്ധുക്കളും യാത്രയപ്പ് ചടങ്ങിൽ സംബന്ധിച്ചു. സക്കീർ ഹുസൈൻ ഫൈസിയാണ് ഹജ്ജ് യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്. മസ്കറ്റ് സുന്നി സെന്ററിന്റെ കീഴിൽ പുറപ്പെടുന്ന ഈ വർഷത്തെ ഹജ്ജ് സംഘം ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. മദീനയിലേക്കാണ് ഹജ്ജ് യാത്ര. 3 ദിവസം മദീനയിലും പിന്നീടുള്ള ദിവസങ്ങളിൽ മക്കയിലുമാണ് ഹജ്ജിന്റെ അമലുകളും അതിന്റെ മറ്റ് യാത്രാ സംബന്ധമായ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ടുള്ള പഠന ക്ലാസുകൾ ഹാജിമാർക്കായി വേണ്ടി മാത്രം പ്രത്യേകം തയ്യാറാക്കിയ ഒരു ദിവസം നീണ്ടുനിന്ന ഹജ്ജ് ക്യാമ്പ് എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് കുറ്റമറ്റ രീതിയിൽ തന്നെയാണ് ഈ യാത്രയെ ഒരുക്കി അയക്കുന്നത്. സംഘം 3 ദിവസം മദീനയിലും 12 ദിവസം മക്കയിലും തങ്ങും. ഹജ്ജിനായി യാത്രക്കാരെ ഒരുക്കാനായി 5 ദിവസത്തെ പഠന ക്ലാസും 1 ദിവസത്തെ ഹജ്ജ് ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു. ഈ വർഷം 14,000 ആളുകളാണ് ഒമാനിൽ നിന്ന് ഹജ്ജിന് പുറപ്പെടുന്നത്. ഇതിൽ 13,530 ഒമാനികൾക്കാണ് അവസരം ലഭിച്ചിരിക്കുന്നത്. 24 ഒമാൻ. ദുബായിൽ വാഹന പരിശോധനാ കേന്ദ്രങ്ങളിലെ സേവനങ്ങൾക്ക് ഓൺലൈനായി ബുക്ക് ചെയ്യാൻ നിർദ്ദേശം. ഹത്തയിലെ തജ്സീൽ സെന്ററിൽ ഒഴികെയുള്ള കേന്ദ്രങ്ങളിൽ ഇത് ബാധകമായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പരിശോധനാ കേന്ദ്രങ്ങളിലെ തിരക്ക് കുറയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് നടപടി. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ദുബായ് ഖിസൈസിലെയും അൽ ബർഷയിലെയും തസ്ജീൽ കേന്ദ്രങ്ങളിൽ ആരംഭിച്ച ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം വിജയമായതോടെയാണ് സേവനം വ്യാപിപ്പിക്കാൻ അധികൃതർ തീരുമാനിച്ചത്. ഹത്തയിലെ തസ്ജീൽ സെന്ററിൽ ഒഴികെ ദുബായിലെ മറ്റേത് വാഹന പരിശോധനാ കേന്ദ്രത്തിലും സേവനം ലഭിക്കാൻ ഇനി മുതൽ ഇത്തരത്തിൽ ഓൺലൈൻ വഴി മുൻകൂട്ടി ബുക്ക് ചെയ്യണമെന്ന് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി വ്യക്തമാക്കി. ജൂൺ 2 മുതലാണ് പുതിയ നിയമം പ്രാബല്യത്തിൽ വരിക. അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുന്നത് കാത്തിരിപ്പ് സമയം ഏകദേശം 40% കുറയ്ക്കാൻ സഹായിക്കുമെന്ന് ആർടിഒയുടെ ലൈസൻസിംഗ് ഏജൻസിയിലെ വെഹിക്കിൾ ലൈസൻസിംഗ് ഡയറക്ടർ ഖായിസ് അൽ ഫാർസി പറഞ്ഞു. അതേസമയം മുൻകൂർ അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ സേവന കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ഉപഭോക്താക്കൾക്ക് വാക്ക് ഇൻ സേവനം ഇപ്പോഴും ലഭ്യമാണ്. അതിനായി 100 ദിർഹത്തിന്റെ അധിക സേവന ഫീസ് ബാധകമാവും. അതിനിടെ മുതിർന്ന പൗരന്മാരുടെ പേരിൽ ദുബായിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുടെ പരിശോധനയ്ക്ക് ബുക്കിംഗ് നിർബന്ധമല്ല. 24 ദുബായ്. ചലനശേഷി നഷ്ടപ്പെട്ടവർക്ക് 9.2 കോടിയുടെ അതിനൂതന കൃത്രിമ അവയവ ചികിത്സാ സഹായം പ്രഖ്യാപിച്ച ഡോക്ടർ ഷംഷീർ വയലിൽ. ബുർജിയിൽ മെഡിക്കൽ സിറ്റിയിൽ പുതുതായി ആരംഭിച്ച അൽ മുദ്രിസ് ഓസ്റ്റിയോ ഇന്റഗ്രേഷൻ ക്ലിനിക്കിന്റെ ഉദ്ഘാടന വേളയിലാണ് പ്രഖ്യാപനം. ലോകപ്രശസ്ത ഓർത്തോപീഡിക് സർജൻ പ്രൊഫസർ ഡോക്ടർ മുൻജിദ് അൽ മുദ്രിസ് സർജറികൾ നടത്തും. പലവിധ കാരണങ്ങളാൽ ചലനശേഷി നഷ്ടപ്പെട്ടവർക്ക് കൈത്താങ്ങാവുകയാണ് ഡോക്ടർ ഷംസീർ വയലിൽ. 4 മില്യൺ ദിർഹത്തിന് ചികിത്സാ സഹായമാണ് ബുർജിൽ ഹോൾഡിംഗ് സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ ഷംസീർ വയലിൽ പ്രഖ്യാപിച്ചത്. ബുർജിൽ മെഡിക്കൽ സിറ്റിയിൽ പുതുതായി ആരംഭിച്ച അൽ മുദ്രിസ് ഓസിയോ ഇന്റഗ്രേഷൻ ക്ലിനിക്കിന്റെ ഉദ്ഘാടന വേളയിലാണ് പ്രഖ്യാപനം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട 10 ആളുകൾക്ക് ഈ പദ്ധതിയിലൂടെ അതിനൂതന ഓസിയോ ഇന്റഗ്രേറ്റഡ് പ്രോസ്തറ്റിക് ലിംബ് ചികിത്സാ സഹായം സൗജന്യമായി നൽകും. ലോകപ്രശസ്ത ഓർത്തോപീഡിക് സർജൻ പ്രൊഫസർ ഡോക്ടർ മുൻജിദ് അൽ മുദ്രിസ് സർജറികൾ നടത്തും. രാജ്യം ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആഘോഷിക്കുന്ന വേളയിൽ സമൂഹത്തിൽ സഹായം ആവശ്യമുള്ളവർക്ക് അത് എത്തിക്കുകയും അവരെ സാധാരണ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുകയും ചെയ്യുക എന്നത് തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും പുതിയ ക്ലിനിക്കിലൂടെ ഇത്തരം നിരവധി സർജറികൾ നടത്താനാണ് ലക്ഷ്യമെന്നും ഡോക്ടർ ഷംസീർ വയലിൽ പറഞ്ഞു. മെഡിക്കൽ വിദഗ്ധരുടെ സംഘം വിശദമായ വിലയിരുത്തലിന് ശേഷം പദ്ധതിയുടെ ഗുണഭോക്താക്കളെ കണ്ടെത്തും. കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നും അധികൃതർ അറിയിച്ചു. 24 ദുബായ്. ഗൾഫ് ഫോക്കസിലേക്ക് വീണ്ടും. നടൻ മമ്മൂട്ടിയുടെ വാത്സല്യം വീണ്ടും. പുതിയ പദ്ധതിയിൽ 100 കുട്ടികൾക്ക് സൗജന്യ റോബോട്ടിക് ശസ്ത്രക്രിയ നടത്തും. 14 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് സൗജന്യ റോബോട്ടിക് ശസ്ത്രക്രിയ നടത്തുക. പദ്ധതിയുടെ പ്രഖ്യാപനം മമ്മൂട്ടി തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി നിർവഹിച്ചു. ആലുവ രാജഗിരി ആശുപത്രിയുമായി ചേർന്നാണ് മമ്മൂട്ടിയുടെ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ പദ്ധതി നടപ്പാക്കുന്നത്. സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ഹൃദയ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള റോബോട്ടിക് ശസ്ത്രക്രിയകൾക്ക് പുതിയ പദ്ധതി പ്രയോജനപ്പെടും. കുട്ടികളുടെ ആരോഗ്യ പരിരക്ഷയിൽ നിർണായക ചുവടുവയ്പായി പദ്ധതി മാറുമെന്നാണ് പ്രതീക്ഷയെന്ന് രാജഗിരി ആശുപത്രി എക്സിക്യൂട്ടീവ് ഡയറക്ടറും സിഇഒയുമായ ഫാദർ ജോൺസൺ വാഴപ്പിള്ളി CMI പറഞ്ഞു. ഹൃദ്രോഗികളുടെ ശസ്ത്രക്രിയയ്ക്ക് സഹായം നൽകാൻ ആരംഭിച്ച ഹൃദ്യം പദ്ധതിയുടെ തുടർച്ചയാണ് വാത്സല്യം. 2022 മെയ് 25 തുടക്കം കുറിച്ച ഹൃദ്യം പദ്ധതിയുടെ ഭാഗമായി ഇതിനോടകം 65 രോഗികൾക്ക് സൗജന്യമായും 80ഓളം പേർക്ക് ശസ്ത്രക്രിയയിൽ ഇളവും നൽകാൻ കഴിഞ്ഞെന്ന് കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ചെയർമാൻ കെ മുരളീധരൻ പറഞ്ഞു. രാജഗിരി ആശുപത്രി പീഡിയാട്രിക് സർജൻ ഡോക്ടർ വിനീത് ബിനുവാണ് ശസ്ത്രക്രിയകൾക്ക് നേതൃത്വം നൽകുക. പദ്ധതിയിൽ പങ്കാളികളാവാൻ കെയർ ആൻഡ് ഷെയർ ഭാരവാഹികളെ 0484 2377 369 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
90 കാലഘട്ടങ്ങളിലെ ബോളിവുഡ് ഗാനങ്ങൾക്ക് പ്രാധാന്യം നൽകി ജിദ്ദ ബീറ്റ്സിന്റെ നേതൃത്വത്തിൽ ഗോൾഡൻ 90s മെലഡി നൈറ്റ് സംഘടിപ്പിച്ചു. ജിദ്ദയിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ സജീവ സാന്നിധ്യമായ ഡോക്ടർ ഷിബു തിരുവനന്തപുരത്തിനെയും 35 വർഷത്തിലേറെയായി പ്രവാസ ലോകത്തെ കലാരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഗായകർ കരീം മാവൂരിനെയും ഫിറ്റ്നസ് രംഗത്തെ സേവനത്തിന് സലാമിനെയും ചടങ്ങിൽ ആദരിച്ചു. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു. ആശ ഷിജു, ഹക്കീം അരിമ്പ്ര, ഷബീർ കോട്ടപ്പുറം, മുംതാസ് അബ്ദുൾ റഹ്മാൻ തുടങ്ങി നിരവധി ഗായകർ ഗാനങ്ങൾ ആലപിച്ചു. ടിക്ടോക്ക് കൂട്ടായ്മ പരിപാടി നിയന്ത്രിച്ചു. ജിദ്ദയിൽ നവോദയ ഷറഫിയ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച സോക്കർ ഫെസ്റ്റ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. ഫൈനൽ മത്സരത്തിൽ സമ ഇത്തിഹാദ് FC 1-2 ഗോളുകൾക്ക് റീം FC യാംബുവിനെ പരാജയപ്പെടുത്തി ചാമ്പ്യന്മാരായി. വെറ്ററൻസ് വിഭാഗത്തിലെ ഫൈനൽ മത്സരത്തിൽ സോക്കർ FC എതിരില്ലാത്ത 1 ഗോളിന് ഏഷ്യൻ ടൈസ് സോക്കർ ഫ്രണ്ട്സിനെ പരാജയപ്പെടുത്തി. സമാപന ചടങ്ങ് ജിദ്ദ നവോദയ മുഖ്യ രക്ഷാധികാരി ഷിബു തിരുവനന്തപുരം ഉദ്ഘാടനം ചെയ്തു. ഫൈസൽ കോടശ്ശേരി അധ്യക്ഷത വഹിച്ചു. വിജയികൾക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും സമ്മാനിച്ചു. ജിദ്ദയിലെ പത്തനംതിട്ട ജില്ലാ കൂട്ടായ്മ 16ാമത് വാർഷികം ആഘോഷിക്കുന്നു. അമൃതോത്സവം 2025 എന്ന പേരിൽ മെയ് 30-നാണ് പരിപാടി. വൈകിട്ട് 6 മണി മുതൽ തഹ്ലിയ റോഡിലുള്ള ലയാലി ആൽനൂർ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ ഇന്ത്യൻ കോൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി മുഖ്യാതിഥിയായിരിക്കും. നാടകം ഉൾപ്പെടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ഉല്ലാസ് കുറുപ്പ് മെമ്മോറിയൽ അവാർഡ് പത്രപ്രവർത്തകനായ ജാഫർ അലി പാലക്കോടിനും ഷാജി ഗോവിന്ദ് മെമ്മോറിയൽ അവാർഡ് ഡോക്ടർ ഷിബു തിരുവനന്തപുരത്തിനും സമ്മാനിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വേൾഡ് മലയാളി കൗൺസിൽ ദുബായ് പ്രൊവിൻസ് കുടുംബസംഗമം നടത്തി. ജൂൺ 27-ന് ബാക്കുവിൽ നടക്കാനിരിക്കുന്ന ഗ്ലോബൽ സമ്മേളനത്തിന്റെയും സെപ്റ്റംബർ 21-ന് ദുബായ് ക്രൗൺ പ്ലാസയിൽ നടക്കുന്ന ആർപ്പോ 2025 ഓണപരിപാടിയുടെയും ബ്രോഷറുകൾ സംഗമത്തിൽ അനാച്ഛാദനം ചെയ്തു. വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ അംബാസിഡർ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ, ദുബായ് പ്രൊവിൻസ് ചെയർമാൻ VS ബിജുകുമാർ, പ്രസിഡന്റ് ലാൽ ഭാസ്കർ, സെക്രട്ടറി ബേബി വർഗീസ് തുടങ്ങിയവർ പ്രകാശന കർമ്മത്തിൽ പങ്കെടുത്തു. ദുബായ് പ്രൊവിൻസിന്റെ വിവിധ ഫോറങ്ങളായ ബിസിനസ്, ആർട്സ് ആൻഡ് കൾച്ചറൽ, സ്പോർട്സ് ആൻഡ് ഗെയിംസ്, ലീഗൽ, ജോബ് സെൽ, ഡോക്ടേഴ്സ്, ട്രാവൽസ് എന്നിവയുടെ തുടക്കവും ജൂൺ 8-ന് നടക്കുന്ന ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിന്റെ പ്രഖ്യാപനവും ചടങ്ങിൽ നടന്നു. അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി. ഹൃദയസ്തംഭനത്തെ തുടർന്ന് മലയാളി യുവാവ് ഖത്തറിൽ മരിച്ചു. ഫാൽ കമ്മ്യൂണിക്കേഷനിൽ എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്ന കോട്ടയം വെളിയന്നൂർ താമരക്കാട് സ്വദേശി അമൽജിത്ത് ഗോപാലനാണ് മരിച്ചത്. 30 വയസ്സായിരുന്നു. പുത്തൻപുരക്കൽ ഗോപാലിന്റെയും വെട്ടുകാട്ടിൽ സുമതിയുടെയും മകനാണ്. അശ്വതിയാണ് ഭാര്യ. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് KMCC ഖത്തർ അൽ ഇഹ്സാൻ മയ്യത്ത് പരിപാലന കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. സൗദി അറേബ്യയിലെ അൽക്കോബാറിൽ മലയാളി യുവാവ് ടാങ്കർ ലോറി തട്ടി മരിച്ചു. കണ്ണൂർ മുണ്ടയാട് സ്വദേശി നന്ദനം വീട്ടിൽ ഉന്മേഷാണ് മരിച്ചത്. അൽക്കോബാറിലെ ജോലിസ്ഥലത്ത് വെച്ചാണ് അപകടം. ഇടിച്ചിട്ട ടാങ്കർ ലോറി ഉന്മേഷിന്റെ ശരീരത്തിലൂടെ കയറിയിറങ്ങി. 8 മാസം മുമ്പാണ് ഉന്മേഷ് സൗദിയിലെത്തിയത്. വാട്ടർ കമ്പനിയിൽ വാച്ച്മാനായി ജോലി ചെയ്തു വരികയായിരുന്നു. അടുത്ത ദിവസം നാട്ടിലേക്ക് മടങ്ങാനുള്ള ഒരുക്കത്തിനിടെയാണ് ദാരുണാന്ത്യം. ദമാം സെൻട്രൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയ മൃതദേഹം നിയമ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. മഴക്കാലത്ത് ചൂടോടെ ഉത്തരേന്ത്യൻ ഭക്ഷണങ്ങൾ കഴിച്ചാലോ? ഭക്ഷണം വൈവിധ്യങ്ങൾ പരീക്ഷിക്കാൻ തിരുവനന്തപുരത്തെ ഹയാത്ത് റീജൻസിയിലെത്താം. ഡിസംതിങ്സ് എന്ന പേരിൽ തുടങ്ങിയ ഫുഡ് ഫെസ്റ്റിവലിലാണ് പാൻ ഏഷ്യൻ വിഭവങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. പാൻ ഏഷ്യൻ വിഭവങ്ങൾക്ക് പേരുകേട്ട ദി ഓറിയന്റൽ കിച്ചണിലാണ് ഡിംസം തിങ് ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നത്. മെയ് 23-ന് ആരംഭിച്ച ഭക്ഷണ വൈവിധ്യങ്ങളുടെ മേള 10 ദിവസങ്ങളിലായി ജൂൺ 1 വരെ നീണ്ടു നിൽക്കും. സ്റ്റീമഡ് വൈവിധ്യങ്ങളാണ് ഫെസ്റ്റിവലിന്റെ പ്രധാന ആകർഷണം. ചിക്കൻ, ലാബ്, പ്രോൺ, ചീലിയൻ സിബാസ്, സ്പിനാച്ച് തുടങ്ങിയവയ്ക്കാണ് മെനുവിൽ ആവശ്യക്കാർ അധികം. ഇപ്പോൾ വേൾഡിൻ്റെ നാനാഭാഗത്തും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഭക്ഷണ വിഭവങ്ങളിൽ ഒന്നാണ് ഡിംസം എന്ന് പറയുന്നത്. ഡിഫറൻഷിയേറ്റിംഗ് ഫ്ലേവേഴ്സ്, രുചിഭേദങ്ങൾ നാടിന് പരിചയപ്പെടുത്തുക എന്നുള്ളത് ഹയത്തിൻ്റെ കലിനറി കോൺസെപ്റ്റിലുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഒരു ഡിംസം ഫുഡ് പ്രൊമോഷൻ ഹയത്ത് റീജൻസി ട്രിവാൻഡ്രത്തിൽ വെച്ചിരിക്കുന്നത്. മാസ്റ്റർ ഷെഫ് കോങ് യോങ് ലീയുടെ നേതൃത്വത്തിലുള്ള
കലിനറി ടീമാണ് ഈ രുചിഭേദങ്ങളെ നമ്മൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തുന്നത്. ഭക്ഷണപ്രേമികൾക്ക് ഹയാത്ത് റീജൻസിയിലേക്ക് എത്തിയാൽ ഈ മഴക്കാലത്ത് വൈവിധ്യങ്ങൾ ആസ്വദിക്കാം. 24 തിരുവനന്തപുരം. തിരികെ ഗൾഫ് ഫോക്കസിലേക്ക്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. ഇടുക്കിയിൽ മരം വീണ് സ്ത്രീ മരിച്ചു. കണ്ണൂരിലും കോഴിക്കോടും കിണറുകൾ ഇടിഞ്ഞു താഴ്ന്നു. ഭൂതത്താൻകെട്ട് അണക്കെട്ടിന്റെ 2 ഷട്ടറുകൾ കൂടി തുറന്നു. ഇടുക്കി ചക്കുപള്ളത്ത് കനത്ത മഴയിൽ മരമൊടിഞ്ഞു വീണ് സ്ത്രീ മരിച്ചു. തമിഴ്നാട് സ്വദേശി 55-കാരിയായ എലിസബത്താണ് മരിച്ചത്. ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുമ്പോഴാണ് മരം ഒടിഞ്ഞു വീണത്. ശക്തമായ കാറ്റിൽ മരം വീണ് വീട് തകർന്നു. ഇടുക്കി പൂപ്പാർ സ്വദേശി ഗോമതിയുടെ വീടാണ് തകർന്നത്. കോഴിക്കോട് ശക്തമായ മഴയിൽ സ്കൂളിന്റെ കിണർ ഇടിഞ്ഞു താണു. മീഞ്ചന്ത NSS UP സ്കൂളിന്റെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. കുറ്റിയാടിയിൽ ശക്തമായ കാറ്റിലും മഴയിലും സബ് രജിസ്ട്രാർ ഓഫീസിന് മുകളിൽ മരം വീണു. കണ്ണൂർ ചെറുപുഴ പാടിയോട്ടുചാലിൽ വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. പുതിയ വീട്ടിൽ രാജേഷിന്റെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. പാലക്കാട് മനശ്ശേരിയിൽ വീടിന്റെ ചുമറിടിഞ്ഞു വീണ് ഓട്ടോറിക്ഷ തകർന്നു. പനഞ്ചിക്കൽ സജീഷ് പ്രകാശിന്റെ ഓട്ടോറിക്ഷയാണ് പൂർണ്ണമായും തകർന്നത്. മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയർന്നതോടെ കോട്ടയത്തെ താഴ്ന്ന പ്രദേശങ്ങളായ ഇല്ലിക്കലിലും തിരുവാർപ്പിലും വെള്ളം കയറി. അട്ടപ്പാടിയിൽ ശക്തമായ മഴയിൽ മരം റോഡിലേക്ക് വീണ് പലയിടങ്ങളിലും ഗതാഗതം തടസ്സപ്പെട്ടു. ഭൂതത്താൻകെട്ട് ഡാമിന്റെ 2 ഷട്ടറുകൾ കൂടി തുറന്നതോടെ പെരിയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. രാത്രിയിലും വിവിധ മേഖലകളിൽ മഴ തുടരുകയാണ്. മധ്യകേരളത്തിൽ പലയിടത്തും വ്യാപക നാശനഷ്ടമുണ്ടായി. നാളെയും മറ്റന്നാളും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഇടുക്കി ജില്ലയിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഇന്ന് മുതൽ 30 വരെ രാത്രികാല യാത്രാ നിരോധനം. നേര്യമംഗലം മുതൽ അടിമാലി വരെ രാത്രി 7 മണി മുതലാണ് നിയന്ത്രണം. തൊഴിലുറപ്പ്, തോട്ടം മേഖല എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ പുറം ജോലികൾ നിരോധിച്ചു. ചീയപ്പാറയ്ക്ക് സമീപം വൻമരം കടപുഴകി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. എറണാകുളത്തും ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് ഇടച്ചിറയിൽ തേക്കുമരം വീണ് വൈദ്യുത പോസ്റ്റ് മറിഞ്ഞു. പിറവം പോസ്റ്റ് ഓഫീസ് കവലയിലും കനത്ത നാശനഷ്ടമുണ്ടായി. കോഴിക്കോട് ദേശീയപാതയിൽ സിൽക്ക് ബസാറിൽ മരം കടപുഴകി വീണു. കാർ യാത്രക്കാരായ 2 പേർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. പത്തനംതിട്ട നഗരത്തിലും മലയോര മേഖലയിലും ശക്തമായ മഴ. കോന്നി കൊക്കാത്തോട് റോഡിൽ അള്ളുങ്കലിൽ മരം റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മഴ കനക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ അവധി. വയനാട് തുരങ്കപാതയ്ക്ക് കേന്ദ്രത്തിന്റെ അനുമതി. വിജ്ഞാപനം ഉടനുണ്ടാകും. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിദഗ്ധ സമിതിയാണ് അനുമതി നൽകിയത്. കേരളത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നായ ആനക്കാമ്പൽ കള്ളാടി മേപ്പാടി തുരങ്കപാത യാഥാർത്ഥ്യമാവുകയാണ്. എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റിയുടെ ഇന്നലെ മിനിറ്റ്സ് പുറത്തു വന്നതോടുകൂടി മെയ് മാസം 14-15 തീയതികളായി നടന്ന ദേശീയ പരിസ്ഥിതി ആഘാത സമിതിയുടെ എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റിയുടെ മിനിറ്റ്സ് പുറത്തു വന്നതോടുകൂടി തുരങ്കപാതയിലേക്ക് നമ്മൾ കൂടുതൽ എടുക്കുകയാണ്. തീർച്ചയായിട്ടും ഇനി അതിന്റെ അന്തിമമായ ഉത്തരവ് ഏതാനും ദിവസങ്ങൾക്ക് തന്നെ നമുക്ക് പുറത്തിറങ്ങും. എൻവയോൺമെന്റൽ ക്ലിയറൻസ് നമുക്ക് ലഭ്യമാവും. അതോടുകൂടി നമുക്ക് നേരത്തെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് കോൺട്രാക്ടർ നിലവിലുള്ള നമ്മുടെ ആനക്കാമ്പൽ കള്ളാടി മേപ്പാടി തുരങ്കപാത എഗ്രിമെന്റ് വെച്ച് പ്രവൃത്തി ആരംഭിക്കാൻ വേണ്ടി കഴിയും. രാജ്യസഭാ MP ആയാൽ രാജ്യത്തെ ജനങ്ങൾ തനിക്ക് വേണ്ടി ഡബ്ബ് ചെയ്യുമെന്ന് നടനും മക്കൾ നീതി മയ്യം അധ്യക്ഷനുമായ കമൽഹാസൻ. തമിഴിനെന്നോ മലയാളിയെന്നോ കന്നഡയെന്നോ ഉള്ള വ്യത്യാസം താൻ നോക്കില്ല. എല്ലാവർക്കും വേണ്ടി സംസാരിക്കും. രാഷ്ട്രീയക്കാർക്ക് ഭാഷയെക്കുറിച്ച് സംസാരിക്കാൻ യോഗ്യതയില്ലെന്നും കമൽഹാസൻ കൂട്ടിച്ചേർത്തു. തഗ് ലൈഫ് എന്ന പുതിയ ചിത്രത്തിന്റെ വാർത്താ സമ്മേളനത്തിനിടെയായിരുന്നു പരാമർശം. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.